പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ഇപ്പോഴത്തെ കറണ്ട് മാർക്കറ്റ് അനാലിസിസും അതുപോലെ തന്നെ എന്തുകൊണ്ട് 40 തൊട്ട് 60% ആൾക്കാർ ക്രിപ്റ്റോ കറൻസിയിൽ ഫെയിൽ ആവുന്നു. ഓക്കെ, കാരണം നമ്മൾ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നുണ്ടെങ്കിൽ അതിന് വേഴ്സ്റ്റ് കേസ് സിനാരിയോ ആലോചിച്ചിട്ട് വേണം നമ്മൾ ഡിസിഷൻസ് എടുക്കാനും അതിനനുസരിച്ച് റിസ്ക് മാനേജ് ചെയ്യാനും. അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ പേര് ദർശനാണ്. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇഫ് ഇറ്റ് സംതിങ് ന്യൂ ടു യു താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എൻ്റെ ഒരു വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഞാൻ ജനറേറ്റ് ചെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ജോയിൻ ചെയ്യാം. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മാർക്കറ്റിൽ നല്ലൊരു ക്രാഷ് നമ്മുടെ ലാസ്റ്റ് വീക്കെൻഡിൽ നടന്നിട്ടുണ്ടായി. അതിനുള്ള മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിന്റെ ഇൻവോൾവ്മെന്റ് ആണ് റിഗാർഡിംഗ് ടാരിഫ്സ്, അതായത് ഇമ്പോർട്ടഡ് ഡ്യൂട്ടീസ്. അതായത് US-ലോട്ട് ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ടാക്സ് അധികമായി കൊടുക്കേണ്ടി വന്നു. ആ രാജ്യങ്ങൾ എന്ന് പറയുന്നത് കാനഡ, മെക്സിക്കോ, ചൈന, പിന്നെ UK, യൂറോപ്പ് യൂണിയനിലെ ടാക്സ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മിക്കവാറും വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതൊരു ബാഡ് ന്യൂസ് ആയ കാരണം അത് എല്ലാ മാർക്കറ്റും എഫക്ട് ചെയ്തു. പണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടാവണ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഉണ്ടാവുന്ന സിറ്റുവേഷൻസ് ക്രിപ്റ്റോ കറൻസി അത്രയ്ക്ക് ബാധകമല്ലായിരുന്നു. പക്ഷെ ഇപ്പൊ നല്ല കോറിലേറ്റഡ് ആയിട്ടാണ് രണ്ട് മാർക്കറ്റും സഞ്ചരിക്കുന്നത്. അതായത് സ്റ്റോക്ക് മാർക്കറ്റും ക്രിപ്റ്റോ മാർക്കറ്റും US-ന്റെ. അപ്പോ അവിടെ കുറഞ്ഞപ്പോ ക്രിപ്റ്റോ കറൻസിയിൽ സ്പെക്കുലേറ്റീവ് റിസ്ക് അസറ്റ് ആയ കാരണം നന്നായിട്ട് താഴ്ന്നു. പക്ഷെ ചിൽ ഔട്ട്. ഓക്കെ, അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോഴത്തെ കറണ്ട് റേറ്റ് പ്രകാരം 97,851. ഇവിടെ നല്ലൊരു സപ്പോർട്ട് നമ്മുടെ ബിറ്റ് കോയിന് കിടക്കുന്നുണ്ട് 97,000-ല്. ലെറ്റ്സ് ഹോപ്പ് ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ളത്. ആസ് എൻ ഇൻവെസ്റ്റർ ഇവിടെ മാർക്കറ്റിൽ എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതൊന്നും മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ ഇൻവെസ്റ്റർ. പക്ഷെ ട്രേഡർ ആണെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം നിങ്ങൾ ലെവറേജ് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യണത്. അങ്ങനെ ലെവറേജ് ചെയ്ത് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടങ്ങളൊക്കെ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലായിരിക്കും. ഓൾറൈറ്റ്, ഇപ്പോ 90, അതായത് ഒരു ഒറ്റ ഡിപ്പാണ്. അതായത് 102,000 നിന്ന് നേരെ 93, ഇത് ഇന്നത്തെയാണ്. ലാസ്റ്റ് 7 days നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് നോക്കാം. അതായത് 105,000 നിന്നാണ് നേരെ പോയിട്ട് 93,000-ലോട്ട് ഇറങ്ങി. അത്യാവശ്യം നല്ലൊരു ഡ്രോപ്പ് ആണ് ഉണ്ടായത്. പക്ഷെ അത് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം അത് പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്തിട്ടുണ്ട് വിത്തിൻ 1 day. അതായത് 3rd February ആണെങ്കിൽ ഇത് 3rd February എൻഡ് ക്ലോസ് ചെയ്യാനേക്കാളും മുന്നേ തന്നെ അത് റിക്കവർ ചെയ്തിട്ടുണ്ട്. അതായത് നല്ലൊരു സ്ട്രോങ് ബൈയിങ് പ്രഷർ ആണ് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ആ സമയത്ത് ഈ 93,000-ൽ ഇൻവെസ്റ്റ് ചെയ്തവർക്കൊക്കെ ഇപ്പോൾ പ്രോഫിറ്റബിൾ ആയിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾ പോയിന്റ് ഓഫ് എൻട്രിക്ക് ഞാൻ നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ പോയിന്റ് ഓഫ് എൻട്രി ടു എ മാർക്കറ്റ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരു മാർക്കറ്റിൽ എൻട്രി ചെയ്യുന്നുണ്ടെങ്കിൽ, നോട്ട് ജസ്റ്റ് ക്രിപ്റ്റോ മാർക്കറ്റ്, ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നിങ്ങൾ എൻട്രി ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും നോക്കേണ്ടത് പോയിന്റ് ഓഫ് എൻട്രി ആണ്. കാരണം അത് തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പൊ ക്രിപ്റ്റോ കറൻസിയിൽ സിമ്പിൾ ആണ്. ഫിയർ ആൻഡ് ഗ്രീഡ് ഇൻഡെക്സ് നോക്കാം. ഇത് താഴും തോറും ഫിയർ ആണ്, അതായത് ആൾക്കാർക്ക് വാങ്ങാനുള്ള ഒരു താല്പര്യമില്ല. പക്ഷെ ആ സമയത്ത് വേണം നിങ്ങൾ വാങ്ങാനായിട്ട്, കാരണം എന്നാൽ മാത്രമാണ് നല്ലൊരു പ്രോഫിറ്റബിലിറ്റി ഉള്ളൂ. പിന്നെ ഇപ്പൊ ഗ്രീഡ് ആണ്, എക്സ്ട്രീം ഗ്രീഡിലോട്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴാണ് നിങ്ങൾ ലാഡർ ഔട്ട് സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് സെൽ ഔട്ട് ചെയ്യേണ്ടത്. ആസ് എ ഇൻവെസ്റ്റർ എന്ന നിലയിലാണ് ഞാനിത് പറഞ്ഞത്. ഓക്കെ, പിന്നെ നിങ്ങൾ ബിറ്റ് കോയിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പാനിക് ആവേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളൊന്ന് സൂം ഔട്ട് ചെയ്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാക്കാവുന്നതുള്ളൂ. ഒന്ന് സൂം ഔട്ട് ചെയ്യും, കറക്റ്റ് മാർക്കിൽ സംഭവിക്കുന്ന എന്താണെന്ന് മനസ്സിലാക്കാതെ നിങ്ങൾ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടത്തിലേക്കാവും പോവുക. അപ്പൊ അതിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരു സൂം ഔട്ട് ചെയ്യാം. അതായത് 7 ദിവസമായിട്ട് ഇത്രയ്ക്കും ഡൗൺ ആയി, പക്ഷേ നിങ്ങൾ 1 year നോക്കിക്കഴിഞ്ഞാൽ, അതായത് കഴിഞ്ഞ വർഷം നിങ്ങൾ ഈ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 126% ആണ്. അതായത് ഇരട്ടി ഏകദേശം. ഓക്കെ, ഓൾമോസ്റ്റ് ഇരട്ടി. ഐ മീൻ ഇറ്റ്സ് നോട്ട് ഓൾമോസ്റ്റ്, ഇറ്റ്സ് മോർ ദാൻ ഇരട്ടി നിങ്ങൾക്ക് അത് കിട്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ പക്ഷെ ഇത് ഈ ഇരട്ടി എന്ന് പറയുന്നത് ഒറ്റയടിക്ക് ഉണ്ടായതല്ല, പുൾ ബാക്കുകൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. August 5 ഇതുപോലെ ഒരു പുൾ ബാക്ക് നടന്നിട്ടുണ്ട്. May 20 ഇതുപോലെ തന്നെ ഒരു പുൾ ബാക്ക് നടന്നിട്ടുണ്ട്. അപ്പൊ ഈ പുൾ ബാക്ക് ഒക്കെ ഒരു നാച്ചുറൽ ഹെൽത്തി ആയിട്ടുള്ള ഒരു ചാർട്ടാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ ടെൻഷൻ എടുക്കൊന്നും വേണ്ട, നമ്മളത് പിടിച്ചെടുക്കുന്നു. ഓക്കെ, ഹോൾഡ് ഓൺ ടു യുവർ അസറ്റ്സ്.
പക്ഷെ നമ്മൾ വിൽക്കാനുള്ള സമയമായി തുടങ്ങുന്നുണ്ട്. അത് ബുൾ റൺ എന്താണ് അതിനെ പറ്റിയിട്ടുള്ള വേറൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ആക്സസ് ചെയ്യാനായിട്ട് എന്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മൾ ഇന്നത്തെ മെയിൻ ടോപ്പിക്കിലോട്ട് കടക്കാം. അതായത് എന്തുകൊണ്ട് ആളുകൾ ഫെയിൽ ആവുന്നു, വൈ പീപ്പിൾ ഫെയിൽ ഇൻ ക്രിപ്റ്റോ കറൻസി. ഡാറ്റ പ്രകാരം ഏകദേശം 40 തൊട്ടിട്ട് 60% ആൾക്കാരാണ് ക്രിപ്റ്റോ കറൻസി മാർക്കറ്റിൽ അവരുടെ പൈസ നഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ ചെറിയൊരു ലാഭത്തിൽ അവരുടെ പ്രോഫിറ്റുകൾ ബുക്ക് ചെയ്യേണ്ടത്. അത് മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ഒരു സ്റ്റെപ്പുകളാണ് പഠിക്കേണ്ടത്. കാരണം ഞാൻ ഏതൊരു ബിസിനസ്സിലോട്ട് ഇറങ്ങുന്നുണ്ടെങ്കിലും ഞാൻ അതിന്റെ നെഗറ്റീവ് സൈഡ് ആലോചിച്ചിട്ട് അതെങ്ങനെ കുറയ്ക്കാം, എങ്ങനെ അത് റിസ്ക് മാനേജ് ചെയ്യാം എന്നുള്ളതാണ് ഞാൻ നോക്കാറുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന റീസൺസ് വൈ പീപ്പിൾ ഫെയിൽ ഇൻ ക്രിപ്റ്റോ. ഓൾറൈറ്റ്, ഇത് ഓരോന്നിനെ പറ്റിയിട്ട് എനിക്ക് വേണമെങ്കിൽ 1 മണിക്കൂർ സെക്ഷൻ എടുക്കാൻ, കാരണം അതിന് അത്ര ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഒന്നാമത്തെ കേസ് ലാക്ക് ഓഫ് റിസർച്ച്. അതായത് കണ്ട എല്ലാത്തിലും ഇൻവെസ്റ്റ് ചെയ്യും. ഓക്കെ, ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരുപാട് സ്കാമും നടക്കുന്നുണ്ട്. എപെക്സ് ടോക്കൺ അതൊന്നും വാങ്ങല്ലേ. പക്ഷെ ലാക്ക് ഓഫ് റിസർച്ച് മെയിൻ ഒരു റീസൺ ആണ്. രണ്ടാമത്തെ ഇമോഷണൽ ട്രേഡിങ്. ഇത് ട്രേഡേഴ്സിന് പറഞ്ഞിട്ടുള്ളതാണ്. ആസ് എ ഇൻവെസ്റ്റർ ഡസന്റ് മാറ്റർ. പക്ഷെ ട്രേഡേഴ്സിന് ഇത് വളരെയധികം നോക്കേണ്ട ഒരു പോയിന്റ് ആണ്. അതായത് ഫോമോ, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. അതായത് എല്ലാവരും ട്രേഡ് ചെയ്യുന്നു, എല്ലാ പൈസ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നു, ഞാൻ ഇപ്പൊ വാങ്ങണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ആ സമയത്ത് നിങ്ങൾ ജന്മം ചെയ്തിട്ട് ട്രേഡ് ചെയ്യരുത്. കാരണം നിങ്ങൾക്ക് നഷ്ടത്തിലേക്ക് പോവുക. കാരണം എനിക്ക് ഒരുപാട് നഷ്ടം വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ്. പിന്നെ ഫഡ് എന്ന് പറയും, അതായത് ഫിയർ, അൺസർട്ടനിറ്റി, ഡൗൺ. അതായത് സംശയം, ഇനി ബിറ്റ്കോയിൻ ഒക്കെ പോവോ, ഇത്തിരിയൊക്കെ ഇനി വില ഇല്ലാണ്ടാവോ, അപ്പൊ ഞാൻ വിൽക്കാണ്, കിട്ടിയ നഷ്ടം വെച്ച് വിൽക്കാണ്, ഉള്ള നഷ്ടം സഹിച്ച് വിൽക്കാണ്. അതാണ് ഫഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിയർ, അൺസർട്ടനിറ്റി, ഡൗട്ട്. മൂന്നാമത്തെ പൂർ റിസ്ക് മാനേജ്മെന്റ് ആണ്. അത് ട്രേഡേഴ്സിനാണ് ഇതും ബാധകം. അതായത് നമ്മൾ ഓവർ ആയിട്ട് ലെവറേജ് ചെയ്യല്, മാർജിൻ കീപ്പ് ചെയ്യല്, ഐസൊലേറ്റഡ് ആണോ, ക്രോസ് സെക്ഷൻ ആണോ, ദാറ്റ്സ് കംപ്ലീറ്റ്ലി നമ്മുടെ കൺട്രോളാണ്. അപ്പൊ നമ്മൾ എങ്ങനെയാണ് അതിന് മാർക്കറ്റ് കണ്ടീഷന് റിയാക്ട് ചെയ്യുന്നത്, അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ലാഭവും നഷ്ടവും. അപ്പൊ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ലൊരു റിസ്ക് മാനേജ്മെന്റ് അല്ലെങ്കിൽ അതിന്റെ ഒരു സ്ട്രാറ്റജി തന്നെ നിങ്ങൾ കണ്ടെത്താനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ സ്കാമും റഗ് പോൾസും അത് ഒരുപാട് നടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നല്ലൊരു റിസർച്ച് നിങ്ങൾ ചെയ്തിട്ട് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും പറയണത് നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം കണ്ണടച്ച് വിശ്വസിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നഷ്ടം ആയിരിക്കും. പിന്നെ ഓവർ ലെവറേജും ലിക്വിഡേഷൻസും. അതായത് ഇത് ട്രേഡേഴ്സിനാണ്, ഇൻവെസ്റ്റേഴ്സിന് അത്രയ്ക്ക് ബാധകമല്ല, പക്ഷെ സ്റ്റിൽ ബാധകമാണ്. ലിക്വിഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാല് ക്യാപിറ്റൽ ഇറക്കിയ മുതൽ മൊത്തം പോവുക, അതാണ് ലിക്വിഡേഷൻ ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ നിങ്ങൾ ഓവർ ആയിട്ട് ലെവറേജ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ് ചാൻസസ് കൂടുതൽ. ഇപ്പൊ നമ്മൾ ന്യൂസിലൊക്കെ കാണാറുണ്ട്, ഇത്രയും $1 ട്രില്യൺ ആണ് അമേരിക്കൻ മാർക്കറ്റിൽ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്തത്, അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് വൈപ്പ് ഔട്ട് ചെയ്തത്. അത് ലിക്വിഡേഷൻ ആണ്. അതായത് ആൾക്കാർ ഓവർ ആയിട്ട് ലെവറേജ് ചെയ്യും. ഓവർ ആയിട്ട് ലെവറേജ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു സ്പൈക്കോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഡൗൺഫോൾ ഉണ്ടായി കഴിഞ്ഞാൽ ഓവർ ലെവറേജ് ചെയ്ത കാരണത്താൽ, റിസ്ക് മാനേജ്മെന്റ് ഇല്ലാത്ത കാരണത്താൽ നമ്മുടെ ഇനീഷ്യൽ ക്യാപിറ്റൽ നഷ്ടപ്പെടാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. അടുത്തത് മാർക്കറ്റ് സൈക്കിൾ. മാർക്കറ്റ് സൈക്കിൾ എന്താണെന്നുള്ളതും അത് സംബന്ധമായിട്ടുള്ള സിനാരിയോസ്, കേസ് സ്റ്റഡീസ് എല്ലാം ഞാൻ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇറ്റ് ഇസ് എ പ്രൈവറ്റ് വീഡിയോ. അത് ആക്സസ് ചെയ്യണമെങ്കിൽ എന്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. മാർക്കറ്റ് സൈക്കിളിന്റെ ഏത് സമയത്താണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതിനനുസരിച്ചാണ് നിങ്ങളുടെ ലാഭവും നഷ്ടവും കണക്കാക്കുന്നത്. ഓക്കെ, പിന്നെ ഹേർഡ് മെന്റാലിറ്റി. അതായത് നമ്മുടെ നാട്ടിൽ ഷിബൈനി ഒക്കെ വന്ന സമയത്ത്, അല്ലെങ്കിൽ ഹാംസ്റ്റർ കോയിൻ എന്നൊക്കെ പറഞ്ഞ കേസ് വന്നത്, ഇപ്പൊ അതിനൊന്നും ഒരു 10 പൈസയുടെ വിലയില്ല. ഓക്കെ, പക്ഷെ ഷിബൈനുണ്ട്, ഹാംസ്റ്റർ കോയിൻ ഇല്ല. അതായത് ഫോളോയിങ് ദ ഹേർഡ്. അതായത് അവൻ ചെയ്തു അപ്പൊ ഞാനും ചെയ്യാണ്, ഞാൻ ചെയ്യാണ് അപ്പൊ അവൻ പറയാണ് നീ ചെയ്യണമെങ്കിൽ ഞാനും ചെയ്യാം. അങ്ങനെ ഒരു ഹേർഡ് മെന്റാലിറ്റി വരും. ഓക്കെ, അവൻ ചെയ്താൽ ഞാൻ ചെയ്താൽ അവൻ. ആ ഒരു മെന്റാലിറ്റി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്, ഷോർട്ട് ടേം സക്സസ്. പക്ഷെ ലോങ് ടേമിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ the probability of you getting success out of it, it's really mere. പക്ഷെ ചിലപ്പോ ചിലവരൊക്കെ ലക്കി ആവാൻ സാധ്യതയുണ്ട്. ദിസ് ഇസ് ക്രിപ്റ്റോ. ഓക്കെ, അതുള്ള കാര്യം പറയാം. പിന്നെ സെക്യൂരിറ്റി നെഗ്ലിജൻസ്. അത് ഡീസെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് ചെയ്യുന്ന ആൾക്കാർക്കാണ് അത് കൂടുതലായിട്ട് എഫക്ട് ചെയ്യുന്നത്. ഇൻ കേസ് നിങ്ങൾ സെൻട്രലൈസ്ഡ്, അതായത് ഒരു കമ്പനിയിലാണ് നിങ്ങൾ, കമ്പനി ഉപയോഗിച്ചുകൊണ്ടാണ്, സെൻട്രലൈസ്ഡ് എക്സ്ചേഞ്ചുകൾ ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ വാങ്ങണമെങ്കിൽ സെക്യൂരിറ്റി നെഗ്ലിജൻസ് അത്രയ്ക്ക് ഉണ്ടാവില്ല. പക്ഷെ സ്റ്റിൽ
സെക്യൂരിറ്റി നെഗ്ലിജൻസ് വലിയൊരു ഡിഫോൾട്ട് ആണ്. ഇപ്പൊ നമ്മുടെ നാട്ടില് സെൻട്രലൈസ്ഡ് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള വാക്സറീസിന് കോടികളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഓക്കെ, പക്ഷെ എനിക്കത് മാത്രമല്ല, വേറെ രീതിയിലുള്ള കുറെ സെക്യൂരിറ്റി, എനിക്ക് സ്വന്തമായിട്ട് ഒരു സെക്യൂരിറ്റി പ്രോട്ടോകോൾ തന്നെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. when I doing my trades, when I do my investments, when I do my hedge positions, എല്ലാത്തിനും ഞാൻ എൻ്റെ ഒരു സെക്യൂരിറ്റി പ്രോട്ടോകോൾ തന്നെ പാലിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സാധാ ഒരു ഇൻവെസ്റ്റർ ആണ്, സാധനം വാങ്ങി ഇട്ട് വെച്ചിരിക്കുകയാണെങ്കിൽ അത്രയ്ക്ക് ബോധേഡ് ആവണ്ട. പക്ഷേ ഇത്തിരി ആക്റ്റീവായി കളിക്കുന്ന ആൾക്കാരാണെങ്കിൽ സെക്യൂരിറ്റി ഇറ്റ്സ് എ മസ്റ്റ് ഹാവ്. കാരണം ദിസ് ഈസ് ഹോട്ട്, അതായത് ഇന്റർനെറ്റ് ആയിട്ട് ലിങ്ക്ഡ് ആണ് എല്ലാതും. അപ്പൊ അത് ഹാക്ക് ചെയ്ത് പെടാനും നഷ്ടപ്പെടാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ 9ാമത്തെ ലാക്ക് ഓഫ് പേഷ്യൻസ്. നിങ്ങൾക്ക് ട്രേഡേഴ്സിനാണ് അതുപോലെ തന്നെ ഇൻവെസ്റ്റിനാണ്. ഇപ്പൊ കുറച്ച് പൈസ കിട്ടി അപ്പൊ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. നെവർ ഡു ദാറ്റ്. നിങ്ങൾ കാത്തിരിക്കണം, ഒരു പുലിയെ പോലെ കാത്തിരുന്നിട്ട് വേണം സ്ട്രൈക്ക് ചെയ്യാനായിട്ട്. അല്ലാതെ കിട്ടിയ പൈസ എടുത്തിട്ട് അപ്പൊ തന്നെ ഇൻവെസ്റ്റ് ചെയ്യരുത്. സമയം എടുത്ത്, സമയം നോക്കി, സമയം കാലം ഗുണിച്ച് ഹരിച്ച് വേണം ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്. കാരണം പോയിന്റ് ഓഫ് എൻട്രിക്ക് അത്രയ്ക്ക് പ്രാധാന്യമുണ്ട്. കഴിഞ്ഞ വർഷം ഈ സമയത്ത് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പത്തെ ഈ വലിയ പുൾ ബാക്ക് പുല്ല് വിലയായിരിക്കും. പക്ഷെ നിങ്ങൾ ജനുവരിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ പുൾ ബാക്ക് നിങ്ങൾക്ക് കരച്ചില് പിഴിച്ചിലായിരിക്കും വീട്ടില്. ഓക്കെ, അതാണ് പോയിന്റ് ഓഫ് എൻട്രിക്കുള്ള പ്രാധാന്യം എന്ന് പറയുന്നത്. ലാസ്റ്റ് പോയിന്റ് റെഗുലേറ്റർ റിസ്ക് ആണ്. ഞാൻ അത്രയ്ക്ക് ബോധേഡല്ല, പക്ഷെ ബോധേഡാണ്. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ ബാൻ ചെയ്തു, ചൈനയിൽ ബാൻ ചെയ്തു, ഒരുപാട് കൺട്രീസിലൊക്കെ ക്രിപ്റ്റോ കറൻസി ബാൻ ചെയ്തു. പക്ഷെ ഇപ്പത്തെ സിനാരിയോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ ലോകം ഭരിക്കുന്ന US ഗവൺമെന്റ് ആണ് അവരുടെ സ്ട്രാറ്റജിക് റിസർവ് ആക്കിയിട്ട് ബിറ്റ് കോയിനെ കൺസിഡർ ചെയ്യുന്നത്. ETF-കൾ, അതായത് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പോലത്തെ സെറ്റപ്പ് ആണ് ETF എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. ഏകദേശം ഇറ്റ്സ് നോട്ട് 100%. അങ്ങനെ റെഗുലേഷൻസും റെസ്ട്രിക്ഷൻസും അങ്ങനെ ഒരുപാട് വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇറ്റ്സ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്. അങ്ങനെയാണ്. ഒരു കുഞ്ഞുവാവ ജനിക്കുമ്പോൾ അത് ഒറ്റയടിക്ക് നടക്കില്ല, വീണും ഉരുണ്ടും മറിഞ്ഞോട്ടൊക്കെയാണ് നടക്കാൻ പഠിക്കുള്ളൂ. അതുപോലെ തന്നെയാണ് ക്രിപ്റ്റോ. വന്നിട്ട് ആകെ 10-20 വർഷം ആവണുള്ളൂ. അപ്പൊ അതൊരു സമയം എടുത്തിട്ട് വേണം അത് ഇവോൾവ് ചെയ്യാനായിട്ട്. അപ്പൊ ഗിവ് സം ടൈം. അതുകൊണ്ട് തന്നെ റെഗുലേറ്ററി റിസ്ക്, ഇപ്പൊ ചൈന ബാൻ ചെയ്തു പറഞ്ഞു കഴിഞ്ഞാല് അത്രയ്ക്ക് ബോധമല്ല ഞാൻ. കാരണം 2017 ഞാൻ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോൾ ഒരു കോപ്പുണ്ടായിരുന്നില്ല. അവിടെ നിന്ന് ഈ ഒരു സിറ്റുവേഷനിൽ എത്തിയിരിക്കുകയാണ് നമ്മുടെ ക്രിപ്റ്റോ കറൻസി മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഒരുപാട് കണ്ടും കൊണ്ടും പഠിച്ചിട്ടുണ്ട്. അപ്പോ റെഗുലേറ്ററി റിസ്ക് അത്രയ്ക്ക് ബോധേഡല്ല, പക്ഷെ സ്റ്റിൽ ഐ എം ബോധേഡ് അബൌട്ട് ഇറ്റ്. കാരണം ആസ് എ ഗുഡ് സിറ്റിസൺ യു ഹാവ് ടു ഫോളോ ദ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഓഫ് ദ കൺട്രി യു ആർ റിസൈഡ് ഇൻ. അതുകൊണ്ട് ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകരിച്ചു എന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇഫ് എനി കൈൻഡ് ഓഫ് സോർട്ട് ഓഫ് തിങ്സ് ആർ ന്യൂ ടു യു, എന്തെങ്കിലും പുതിയ കാര്യമാണ് നിങ്ങൾ പഠിച്ചെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പക്ഷെ എന്തെങ്കിലും പുതിയ കാര്യം അറിഞ്ഞിട്ട് ഇനി കൂടുതൽ എക്സ്പ്ലനേഷൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ കമന്റ് സെക്ഷനിലോ അല്ലെങ്കിൽ എന്റെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലോ ജോയിൻ ചെയ്തിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പൊ പുതിയൊരു വീഡിയോ കാണുന്നത് വരയ്ക്കും. ദിസ് ഇസ് ദർശൻ സൈനിങ് ഓഫ്. പീസ് ഔട്ട് മാൻ, പീസ് ഔട്ട്. ചില